എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫൈനൽ അലോട്ട്മെൻറ്റിൻ്റെ ഫേസ് 4ലേക്കുള്ള രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് 27-ാം തീയതി മുതൽ 29-ാം തീയതി വരെ MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റായിട്ടുള്ള cap.mgu.ac.in/UGCAP2024/ എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓണേഴ്സ് ബിരുദ ഏകജാലക പ്രവേശനം, ഫൈനൽ അലോട്ട്മെൻറ്റിൻ്റെ ഫേസ് 4നായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ, അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സൗകര്യം 27-ാം തീയതി മുതൽ 29-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമായിരിക്കുക. ഫൈനൽ അലോട്ട്മെൻറ്റ് ഫേസ് 4 റാങ്ക് ലിസ്റ്റ് 30-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. പ്രവേശനം 30-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ബന്ധപ്പെട്ട കോളേജുകളിൽ നടക്കുന്നതായിരിക്കും. നിലവിൽ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനം നേടിയവർക്ക് ഫൈനൽ അലോട്ട്മെൻറ്റ് ഫേസ് 4നായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് 31-ാം തീയതിയാണ്. അപ്പോൾ നിലവിൽ വിവിധ കോളേജിൽ വിവിധ കോഴ്സുകൾക്കാണ് വേക്കൻസി ഉള്ളത്. അതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു ഫേസ് 4ലേക്കുള്ള ആ രജിസ്ട്രേഷൻ നടത്തുന്നത്. അപ്പോൾ കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ളതിൽ ഇവിടെയുള്ള സൈഡിലായിട്ടുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കോഴ്സിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇവിടെ ഏതൊക്കെ കോളേജിലാണ് വേക്കൻസി ഉള്ളത്, ഏത് കോഴ്സിലാണ് വേക്കൻസി ഉള്ളത് എന്നിവ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിൽ വേക്കൻസി ഉണ്ട് എങ്കിൽ, അത് നിങ്ങൾക്കിപ്പോൾ വിവിധ കോളേജുകളിൽ വിവിധ കോഴ്സുകൾക്ക് നിരവധി വേക്കൻസീസ് ആണുള്ളത്. ചില കോഴ്സിൻ്റെ ഇവിടെ SF എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതുപോലെ ചില കോഴ്സിൻ്റെ ഇവിടെ SF എന്ന് കൊടുത്തിട്ടുണ്ടാവില്ല. അതായത് ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് BA ഓണേഴ്സ് ഇംഗ്ലീഷിൽ ഇവിടെ SF എന്ന് കൊടുത്തിട്ടില്ല. എന്നാൽ നിങ്ങൾക്കിവിടെ താഴെ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു കോഴ്സിൽ SF എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത് കാണാം. ഇത് രണ്ടും എന്ന് പറയുന്നത് ഒന്ന് SF എന്ന് കൊടുത്തത് സെൽഫ് ഫിനാൻസ് കോളേജ് ആയിരിക്കും. അതുപോലെ SF കൊടുക്കാത്തത് എയ്ഡഡോ അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജോ ആയിരിക്കും. നിങ്ങൾക്കിവിടെ നിരവധി വേക്കൻസീസാണ് ഗവൺമെൻറ് കോളേജുകളിൽ അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിൽ ഈ ഒരു BA ഇംഗ്ലീഷിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിലോ അല്ലെങ്കിൽ ഈ ഒരു എയ്ഡഡ് ഗവൺമെൻറ് സീറ്റുകളിലോ ആണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ഫീസ് കുറവായിരിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിൽ ഏതൊക്കെ കോളേജിൽ വേക്കൻസി ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ അഡ്മിഷൻ എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി കൃത്യമായിട്ട് ഇതേപോലെ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇവിടെ രജിസ്ട്രേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇവിടെ FI UGCAP ഫൈനൽ അലോട്ട്മെൻറ്റ് 3 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ആ ഒരു രജിസ്ട്രേഷൻ നിലവിൽ വന്നിട്ടില്ല. കാരണം 27-ാം തീയതി മുതലാണ് രജിസ്ട്രേഷൻ. അപ്പോൾ 27-ാം തീയതി ഇവിടെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ട വിദ്യാർത്ഥികൾ ഈ ഒരു 27-ാം തീയതിയോടെ രജിസ്ട്രേഷൻ ചെയ്യുക. അതുപോലെ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് 27-ാം തീയതി മുതലാണ് ലോഗിൻ ചെയ്ത് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ ലോഗിൻ ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റുഡൻറ്റ് മെറിറ്റ് കോട്ട എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളും ഇതേ രീതിയിൽ വേക്കൻസി പരിശോധിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഓപ്ഷൻ കൊടുക്കുക. ഇങ്ങനെ ഓപ്ഷൻ നൽകിയ ശേഷം റാങ്ക് ലിസ്റ്റ് ഇതേപോലെയാണ് പ്രസിദ്ധീകരിക്കുക. ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഫേസ് 3 എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ് 3 അല്ല ഫേസ് 4 എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കുക. ഇത് ഫേസ് 3യുടേതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് അഡ്മിഷൻ നേടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത കോഴ്സ് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് പ്രോഗ്രാമിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾ അഡ്മിഷനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ സ്പെഷ്യലൈസേഷൻ കൊടുക്കുക. അപ്പോൾ നിൽ എന്നുള്ളതാണ് ഞാനിപ്പോൾ ജസ്റ്റ് കൊടുത്തിട്ടുള്ളത്, കാരണം അതിന് സ്പെഷ്യലൈസേഷൻ ഇല്ല. അടുത്തത് BCom ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ വേക്കൻസി ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ജസ്റ്റ് അങ്ങനെ കാണിക്കുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ ഈ ഒരു കോളേജിലേക്ക് കാണിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ വേറൊരു കോളേജ് സെലക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇപ്പോൾ അത് ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ അത് കാണിക്കുമെന്ന് നോക്കാം. ജസ്റ്റ് ഇപ്പോൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, കാരണം അതിൽ വേക്കൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞതുകൊണ്ടാണ് ജസ്റ്റ് ഇവിടെ ഒന്നും കാണിക്കാത്തത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫൈനൽ അലോട്ട്മെൻറ്റിൻ്റെ ഫേസ് 3 റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ റാങ്ക് എത്രയാണ്, ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങൾ എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് ഈ ഒരു കോളേജ് കൊടുത്തത്, ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങളുടെ റാങ്ക് പരിശോധിക്കുക. റാങ്ക് ഇപ്പോൾ 1, 2 എന്നൊക്കെയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ അമൻ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അവിടെ BA ഇംഗ്ലീഷ് SF ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വരുന്നു. കോളേജസ് ആൻഡ് പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ BA ഇംഗ്ലീഷ് SF ആണ്, അതായത് സെൽഫ് ഫിനാൻസ് കോഴ്സാണ്.
അപ്പോൾ അത് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അവിടെ ഞാനിപ്പോൾ അമൻ കോളേജാണ്. അപ്പോൾ അമൻ കോളേജ് ഓഫ് അവിടെ 12 വേക്കൻസി ഉണ്ട്. അപ്പോൾ അവിടെ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 10 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 12 ആണെങ്കിൽ അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അഡ്മിഷനായിട്ട് പോവുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിൽ വേക്കൻസി ഉണ്ടോ എന്ന് പരിശോധിച്ച് ഈ ഒരു ഓഗസ്റ്റ് 21 മുതൽ 29 വരെ പുതുതായിട്ട് അപേക്ഷിക്കാനും അതുപോലെ തന്നെ അപേക്ഷിച്ചവർക്ക് ഓപ്ഷൻ പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. 30 റാങ്ക് ലിസ്റ്റ് വരും. അതിനുശേഷം നിങ്ങൾക്ക് 31 വരെ ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട്, അതായത് ഈ ഒരു നിങ്ങൾ റാങ്ക് പരിശോധിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത മനസ്സിലാക്കി ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ജസ്റ്റ് ഒന്ന് കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫീസും കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.